നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള കേന്ദ്ര ഇടപെടൽ കാര്യക്ഷമമല്ല. കൊല്ലപ്പെട്ട തലാൽ മുഹമ്മദിന് ദിയാദനമായി $40,000 കേന്ദ്ര സർക്കാർ നൽകിയെന്ന വാദം പാടെ തെറ്റെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ ഉയർത്തുന്നത്. കൊല്ലപ്പെട്ട തലാൽ മുഹമ്മദിന്റെ കുടുംബം ഇതുവരെ പണം സ്വീകരിക്കാത്ത പക്ഷം അവർക്ക് പണം നൽകിയെന്ന് കേന്ദ്രം പറയുന്നത് അവകാശപ്പെടുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് കൌൺസിൽ അംഗങ്ങളുള്ളത്. അതേസമയം $40,000 സർക്കാർ അക്കൗണ്ടിലൂടെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പണം ഇപ്പോൾ എവിടെയാണ് എന്നത് വ്യക്തമല്ല എന്നും അത് വ്യക്തമാക്കണമെന്നും ആക്ഷൻ കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കുന്നു. തലാലിന്റെ ബന്ധുക്കൾക്ക് ബ്ലഡ് മണി നൽകിയാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകുമെന്നതായിരുന്നു ആദ്യം പുറത്തുവന്ന വിശദീകരണം. നിമിഷപ്രിയയുടെ മോചനത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നതാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച ശേഷം മാത്രമാണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാനുള്ള സഹായങ്ങൾ പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നതാണ് സുഭാഷ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര സർക്കാർ നടപടികൾ ഊർജിതമാക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന് മാത്രമേ ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകിയിരുന്നത് $40,000 കൊല്ലപ്പെട്ട കുടുംബത്തിന് നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലൂടെ $40,000 കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറിയെന്നും ഇനിയുള്ള നടപടികൾ നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുക എന്നതാണ് എന്നുമായിരുന്നു ഇന്ത്യൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ഇക്കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായി തോന്നുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നടപടി എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ മോചനത്തെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നതാണ് ഇപ്പോൾ സാമൂഹിക വിദഗ്ധർ വ്യക്തമാക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടില്ല എന്നതാണ് നേരത്തെ യമൻ വ്യക്തമാക്കിയിരുന്നത്. വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയത് ഹൂതി സുപ്രീം കൌൺസിലാണെന്നും ഡൽഹിയിലെ യമൻ എംബസി വ്യക്തമാക്കിയിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി അംഗീകരിച്ചിട്ടില്ല എന്നത് യമൻ എംബസി അന്ന് വ്യക്തമാക്കിയത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള വടക്കൻ യമനിലാണ് കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. നിമിഷപ്രിയ കഴിയുന്ന ജയിലിലും അവരുടെ നിയന്ത്രണം ഉള്ള മേഖലയാണ്. ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ നേതാവും വിമത പ്രസിഡന്റുമായിട്ടുള്ള മെഹദി അൽ മഷാദാണ് വധശിക്ഷ അംഗീകരിച്ചതെന്നും യമൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയെന്നും 1 മാസത്തിനുള്ളിൽ നടപ്പാക്കുമെന്നുമൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഹൂതികൾക്ക് മറ്റ് വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധമൊന്നുമില്ല. അല്പമെങ്കിലും ഹൂതികളുമായി സൗഹൃദം സൂക്ഷിക്കുന്ന ഇറാനെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൂട്ടുപിടിക്കേണ്ടത് എന്നതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലരും അഭിപ്രായമായി പറയുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നിമിഷപ്രിയയുടെ മോചനം അത് വൈകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കേന്ദ്ര സർക്കാർ പണം നൽകി എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ പണം ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് കൌൺസിൽ അംഗങ്ങൾ പറയുന്നത്. ഇനി എന്താണ് തുടർ നടപടി എന്നതൊക്കെ വ്യക്തമാക്കേണ്ടുന്നത് കേന്ദ്രം തന്നെയാണ്.